ഈ നാടകത്തിലെ കഥാപാത്രങ്ങളും സന്ദർഭങ്ങളും തികച്ചും യാദൃശ്ചികമാണ്. ഇവയ്ക്ക് ഏതെങ്കിലും വ്യക്തിപരമായോ സന്ദർഭങ്ങളുമായോ സാദൃശ്യം തോന്നുന്നുണ്ടെങ്കിൽ അത് തികച്ചും യാദൃശ്ചികമാണ്. അടുത്ത ബന്ധുക്കളോട് നാടകം ആരംഭിക്കും. നിങ്ങൾ പപ്പടം വായിച്ച് ചായ കുടിച്ചോണ്ടിരിക്കണം. ഇന്ന് ഏഴ് ദിവസത്തോളം ഓർമ്മയുണ്ടോ? അത് ശരി. അപ്പൊ നിങ്ങൾക്ക് അറിയില്ലേ എന്റെ മനുഷ്യനായ അച്ഛൻ വരുന്ന ദിവസാ. അതൊന്നുമല്ല, ഇത് വീടിച്ചില്ല. ദൈവദൂഷണം ആരുടെ മനുഷ്യൻ നമ്മളോട് പ്രാർത്ഥിക്കുന്നില്ല. നമുക്ക് വേണ്ടി അച്ഛനും പ്രാർത്ഥിക്കണ്ടേ? മിക്കവാറും വെച്ചിട്ട് കഴിഞ്ഞ് അച്ഛൻ പോലെ അവരെ എനിക്ക് തോന്നില്ല. അതെങ്ങനെ രാത്രി 2 മണി 3 മണി വരെ മുമ്പേക്ക് തോന്നിയില്ലല്ലേ? സമയം 12 മണി ആയതുള്ളല്ലോ. സാറിന് നേരത്തെ ആണല്ലോ. വെറുതെ ഇവിടെ തലയിൽ ചെന്നോണ്ട് നിൽക്കാണ്ട് ബാക്കി രണ്ടു എഴുതിയിരിക്കും. എന്നിട്ട് വരെ മുതിർന്ന് നിൽക്കട്ടെ. അത് ഉപയോഗിച്ചിട്ട് പോലെ തപ്പിട്ടിടണം. എല്ലാവരോടും ആയിട്ട് പറയാം, വേഗം പറഞ്ഞത് തപ്പിട്ടോ. അച്ഛൻ ചെറുപ്പം ഇവിടെ ബൈബിളില്ലാന്ന് വന്ന നാട്ടിലാ. നീ ആ പത്ത് ശാന്തനാണ് വീട്ടിൽ പോയിട്ട് പല്ല് വാങ്ങിക്കൊണ്ടു. എന്തിനാണോ ശാന്തിയാക്കി വീട്ടിൽ പോകുന്നത്? ഞാൻ ശരിയാണെങ്കിൽ ചെയ്യാറുണ്ട്. കഴിഞ്ഞ ആഴ്ച അവരുടെ പട്ടി നമ്മളെ കുറിച്ച് ഓടിച്ചെന്ന് പറഞ്ഞ് ഞാൻ വഴക്കുണ്ടാക്കിയില്ലേ? അന്ന് പുറത്തു പറയാനുള്ളപ്പോൾ ഞാൻ അവളെ വിളിച്ചതാ. മാത്രമല്ല അവരുടെ സ്വഭാവം മോശം. നീ വേഗം പോയിട്ട് ശബ്ദം എടുത്തെന്ന് വാങ്ങില്ലേ? ഒന്നും പറയണ്ട. ആകപ്പാട് ജോലി ഇല്ലാതെ
പോലും സമയം കിട്ടില്ല. പിള്ളേരുടെ കാര്യമാണെങ്കിൽ ട്യൂഷനില്ലാത്ത അവരെ ഇവിടെ ഇരിക്കാനുള്ളത്. അച്ഛൻ ട്യൂഷൻ മാത്രമല്ല, എൻട്രൻസ് കോച്ചിങ് കൂടെ ഉണ്ട്. എന്റെ മക്കള് നിങ്ങൾക്ക് ഭക്ഷണം കഴിക്കുന്ന സമയം ഉണ്ടാകുന്നു. ഭക്ഷണം വാങ്ങിയാലും കുളി വാങ്ങിയാലും ട്യൂഷൻ വാങ്ങാൻ പാടില്ല. അതാണ് വേണ്ടത്. ഇവിടെ ഇതിൽ നിന്ന് കൂടാതെ എല്ലാം നാട്ടിലെ ആദ്യമേ ഇടപാട് നീ അതുപോലെട്ട് ദിവസം സഞ്ചയ വായിച്ചു. ഞങ്ങൾക്ക് തെറ്റി പറ്റി പറയില്ല, ഞങ്ങൾ മനസ്സിലാക്കുന്നു. ഇനി മുതൽ ദൈവത്തിനായിരിക്കും ഞങ്ങളുടെ ജീവിതത്തിൽ ഒന്നാം സ്ഥാനം. ഞായറാഴ്ച കുർബാന ഞങ്ങൾ കൊടുക്കുകയില്ല. കുടുംബ പ്രാർത്ഥനയും